തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ എയർ ക്യാമ്പിലേക്ക് മാറ്റും. ജി.ഡി. ചാർജുള്ള ഉദ്യോഗസ്ഥനും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് നടപടി. SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിൽ തീരുമാനിക്കും. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും ഓണാഘോഷം പ്രതികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ച സംഭവം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇ.ഡി. കേസ് പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. 6 പോലീസുകാർക്കെതിരെയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ 6 പോലീസ് ഉദ്യോഗസ്ഥരെയും AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇ.ഡി. ചാർജുള്ള ഉദ്യോഗസ്ഥനും പ്രതികൾ ദൃശ്യം ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ള 6 പേരെയാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തായാലും SHO ഈ കാര്യത്തിൽ എന്ത് നടപടി വേണം, SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണം എന്ന കാര്യത്തിൽ IG തലത്തിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. പ്രശാന്ത് ഇന്നലെ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ പോലീസുകാർക്ക് പ്രതികളുമായി എന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിലടക്കം അന്വേഷണം തുടർന്ന് നടക്കുന്നുണ്ടാകും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പോലീസ് തന്നെ വളരെ അപമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു. അതായത് ഇ.ഡി. കേസ് പ്രതികൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ പുറത്തിറങ്ങിയത്, ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. ഈ പ്രതികളാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഓണം ആഘോഷിക്കുന്ന തരത്തിലുള്ള റീൽസ് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിച്ചത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ പോലീസുകാർ ഇട്ടിരുന്ന ഓണക്കോടിയും ഈ പ്രതികൾ ഇട്ടിരുന്ന ഈ റീൽസ് ചിത്രീകരിച്ച ഇ.ഡി. കേസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളിൽ ഒരാളായ IC ബിനുവും ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ഒന്നായിരുന്നു. അതൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വസ്ത്രത്തിന്റെ നിറം ഒന്നാണെങ്കിലും ഇതിൽ വ്യത്യസ്തതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ പുറത്തു വന്നത്. എന്നാലും ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പ്രതികൾ റീൽസ് ചിത്രീകരിക്കുന്ന വേളയിൽ ഇത് തടയുവാൻ പോലീസുകാർ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല എന്ന ഒരു ആക്ഷേപവും കൂടിയുണ്ട്. ഇത് കൂടാതെ തന്നെ കല്യാൺ സിൽക്സിൽ നിന്ന് അടക്കമെടുത്ത ഈ 68 ഷർട്ടുകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കായി എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ എല്ലാ ഷർട്ടുകളും വാങ്ങിച്ച പോലീസുകാരുടെ പട്ടിക ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ആ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ഇത്തരത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇത്തരത്തിൽ അന്വേഷണം നടന്നതിന് ശേഷമായിരിക്കും മറ്റ് എന്തൊക്കെ നടപടികളാണ് ഈ പോലീസുകാർക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ജി.ഡി. ചാർജുള്ള ഉദ്യോഗസ്ഥനും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യമൊക്കെ ഇനി IG തലത്തിലൊക്കെയാണ് തീരുമാനിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്.